ഒടുവിൽ ഹമാസിന്റെ അടിത്തറ ഇളകി. പാലസ്തീൻ ജനത ഹമാസിനെതിരെ തിരിഞ്ഞതോടെ ഹമാസിനിനി നിക്കക്കള്ളിയില്ല. 2 ദിവസം കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ പെരുന്നാളാണ് വരാൻ പോകുന്നത്. ലോകം മുഴുവൻ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ തങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നത് ഹമാസിന്റെ സ്വാർത്ഥ താൽപര്യങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രതിഷേധവുമായി മരണം മുന്നിൽ കണ്ടിട്ടും ഹമാസിനെതിരെ ജനം തെരുവിലിറങ്ങി. പാലസ്തീനികൾ നടത്തിയ ഹമാസ് വിരുദ്ധ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിന് തീവ്രവാദ സംഘടനയ്ക്ക് കുറച്ചു ദിവസത്തേക്ക് വെടിനിർത്തൽ ആവശ്യമായി വന്നു. ഇതോടെ കരാർ ലംഘിച്ച് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ച ഹമാസ് വെടിനിർത്തലിനായി ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചു. ഇസ്രായേൽ വഴങ്ങിയില്ല. ബന്ദികളെ തിരിച്ചയക്കാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇസ്രായേൽ അറിയിച്ചു. പാലസ്തീനികളെ ഇനിയും പ്രകോപിപ്പിച്ചാൽ ഹമാസിന്റെ വേരറക്കുവാൻ അത് കാരണമാകുമെന്ന് തിരിച്ചറിഞ്ഞതോടെ ഖത്തറിനോടും അമേരിക്കയോടും തങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത നിൽക്കുവാൻ ആവശ്യപ്പെടുകയാണ് ഹമാസ്. ഈദുൽ ഫിത്തർ വേളയിൽ വെടിനിർത്തലിന് പകരമായി US പൗരനും ഇസ്രായേൽ സൈനികനുമായ എഡാൻ അലക്സാണ്ടർ ഉൾപ്പെടെ നിരവധി ബന്ദികളെ വിട്ടയക്കുവാൻ ഹമാസ് തയ്യാറാണെന്ന് ഇസ്രായേലിനെ അറിയിച്ചു. അതേസമയം വെളിച്ചമോ വെള്ളമോ ലഭിക്കാത്ത ഭൂഗർഭ തുരങ്കത്തിലാണ് എഡാൻ അലക്സാണ്ടർ ഉൾപ്പെടെയുള്ളവരെ പാർപ്പിച്ചിരിക്കുന്നതെന്ന് തിരിച്ചെത്തിയ ബന്ദികൾ പറയുന്നു. ജീവിച്ചിരിക്കുവാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഹമാസ് ഇയാളെ പലതവണ ക്രൂരമായി പീഡിപ്പിച്ചതായി മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ വെളിപ്പെടുത്തിയിരുന്നു. നവംബർ അവസാനം ഹമാസ് പുറത്തുവിട്ട അലക്സാണ്ടറിന്റെ വീഡിയോയിൽ അദ്ദേഹം ഹീബ്രുവും ഇംഗ്ലീഷും കലർത്തി സംസാരിക്കുന്നതും മുഖം പൊത്തി കരയുന്നതും കാണാൻ സാധിക്കും. ന്യൂജേഴ്സിയിലെ ടെനാഫ്ലിയിൽ ഒറ്റയാൾ പട്ടാളക്കാരനായി സേവനമനുഷ്ഠിച്ച് വരികയായിരുന്ന അലക്സാണ്ടറെ 2023 ഒക്ടോബർ 7 ഗാസ അതിർത്തിക്ക് സമീപം വെച്ച് ഹമാസ് തട്ടിക്കൊണ്ടുപോയത്. അമേരിക്കയിൽ നിന്ന് ഹൈസ്കൂൾ ബിരുദം നേടിയ ശേഷം ഇസ്രായേലിലേക്ക് താമസം മാറ്റി IDF-ൽ സേവനമനുഷ്ഠിച്ച് വരികയായിരുന്നു ഹമാസ് തട്ടിക്കൊണ്ടുപോയത്.